അപ്പോൾ ചങ്ങായിമാരെ നമ്മളിന്ന് പുതിയൊരു ട്രിപ്പ് പോകട്ടോ. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ നമ്മുടെ സോൾസ് ഓഫ് കൊച്ചിൻ്റെ വാഗമൺ അൾട്രയിൽ മാരത്തോൺ നടക്കുവാണ് വാഗമണിൽ. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ 36 കിലോമീറ്റർ കാറ്റഗറിയിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. PWD റെസ്റ്റ് ഹൗസ് പത്തടിപ്പാലം. ഞാൻ വൈകുന്ന രാവിലെ ബൈക്കിൽ വന്ന് എന്നിട്ട് മെട്രോയിൽ കയറി, തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോയിൽ കയറി ഇവിടെ പത്തടിപ്പാലം ഇറങ്ങി. ഇവിടെ PW റെസ്റ്റ് ഹൗസിൻ്റെ അവിടെയാണ് നമ്മളെ ബീഫ് കളക്ഷനും. ബസ് വന്നിട്ടുണ്ട്. 10 മണിയുടെ ബസ്സിന് പോകാന്നുള്ള ഇതിലാണ്. നേരത്തെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ എൻ്റെ വാഗമൺ അൾട്രേൻ്റെ വ്ളോഗ് വരുന്നതായിരിക്കും. ലാസ്റ്റ് ഞാൻ 2022 വാഗമണിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന വീഡിയോ ആണ് 2022 വാഗമൺ അൾട്രയില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും വോളണ്ടിയറാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ റേസിൽ പങ്കെടുക്കുവാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ കേട്ടോ നമ്മുടെ ബിഗ് കളക്ഷൻ സ്പോട്ട്. എല്ലാവരും ഹായ് പറഞ്ഞോ. എൻ്റെ ബോസ് ഞങ്ങളവിടെ സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഈ ബസ്സിലാട്ടോ ഞാൻ പോണേ. ഇതാണ് നമ്മുടെ ബസ്സുണ്ട്, വാഗമൺ അൾട്രയിൽ. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് ബാംഗ്ലൂരിൽ നടന്നും ഓൾ ഇന്ത്യ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേയിലെത്തിയിട്ടുണ്ട് കേട്ടോ. വി ഹോംസ് ഇവിടെയാണ് എനിക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്ന. ഇതുണ്ടോ, നല്ല സൂപ്പർ വ്യൂ അല്ലേ. റൂം കാണിച്ചരാട്ടോ. റോഡിലെ വ്യൂ നോക്കിക്കേ. ഉണ്ടോ, നല്ല സൂപ്പർ വ്യൂ ആ. അപ്പം എൻ്റെ അകം കാണിച്ചരാട്ടോ. അങ്ങനെ വലിയ കുഴപ്പമില്ല. ഇതാണ് കേട്ടോ എൻ്റെ റൂം. എൻ്റെ റൂം മീൻസ് 2 പേരുണ്ട്. ഒരു റൂമിൽ 2 പേരുണ്ട്. വലിയ കുഴപ്പമില്ല. രണ്ടാമത്തെ ബസ് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, മീൻസ് എത്തിയിട്ടില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ആൾക്കാർ വരുള്ളൂ. പുറത്തേക്കുള്ള വ്യൂ നോക്കിക്കേ. കിച്ചൻ്റെ വ്യൂ നോക്കിക്കേ, അടിപൊളിയല്ലേ. അവിടെ നേരെ അവിടെ ഒരു റിസോർട്ട് ഉണ്ട്, അതിൻ്റെ മുകളിൽ അവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ നമ്മുടെ ആൾക്കാർക്ക്, റണ്ണേഴ്സിന്. വേറെ സംഭവം കാണിച്ചിട്ടോ, നോക്കിയേ. ബാൽക്കണി ഉണ്ടോ, നല്ല തണുത്ത കാറ്റാട്ടോ. ചങ്ങായിമാര് നമ്മുടെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30-ക്കാണ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ വന്ന് ബ്രെഡും ജാമൊക്കെ കഴിച്ചു. കോഫി ഉണ്ടായിരുന്നു. ഏതോ ഒരു കോളേജാട്ടോ. നമ്മുടെ രമേശ് ജി അനൗൺസ് ചെയ്യുന്നുണ്ട്. അവ എല്ലാവരും അസംബ്ലി ചെയ്യാൻ പോകട്ടോ. Those of you who are new to Vagamon, welcome to the Scotland of India. Sprint the downhills. Use certain places where you may have to even slide down the downhills. So slide down literally. So it's going to be a lot of fun. It's going to be challenging, of course. It is supposed to be, because that's what a trail run is. It's more. Start it, please. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, go! All the best, all the best, all the best.
അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൈൻ വാലി ക്രോസ് ചെയ്യാട്ടോ സണ്ണിന് വൈകാൻ. Like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I will never name while I stay in my lane. നല്ല കിടപ്പുണ്ട്. But something in the way she moves keeps pulling at my chain. What? Oh, traveler, you carry the sun in your ട്രെയിനിലേക്ക് കയറിയിട്ടില്ല. പൈൻ വാലി കഴിഞ്ഞ റോഡായിരുന്നു. leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your അങ്ങനെ wonder. കയറ്റങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ റിബൺ ഓറഞ്ച്, ഇപ്രാവശ്യം ഒരു ഓറഞ്ച് ആൻഡ് ബ്ലൂ റിബൺ വെച്ചിട്ടുണ്ട്. കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ബ്ലൂവും കൂടെ വെച്ചിട്ടുണ്ട്, ബ്ലൂ റിബൺ. വഴി നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. Anoop, you want to say hi? Hey, How's it going? it's going good. I did it last year too. Yeah. I think this year they made the course slightly more challenging right in the beginning, but it's fun. Good change. Yeah. All the best. Thanks. My name is Anjali. I'm from Venezuela, but I living in Bangalore. Yes, first time I coming to Kerala. Yeah, okay, I thank enjoy. you. Yeah. Beautiful view. Yeah. ഒറ്റയ്ക്കേ ഉള്ളൂ. ഓഫ് റോഡ് ബൈക്കിങ് ചെയ്യുന്നുണ്ടോ? താഴെ 2 ബൈക്കുകാരുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു അവർ ജസ്റ്റ് വ്യൂ കാണാൻ വന്ന, അവരിതാ ഈ റൂട്ട് ബൈക്കിൽ പോവാ. അങ്ങനെ ഞാനും ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. മീ ആൻഡ് മൈ ഷാഡോ. എനിക്കെൻ്റെ നിഴല് മാത്രം കൂട്ടുള്ളൂ. കുറേ പേര് ബാക്കിലുണ്ട് കേട്ടോ, കുറേ പേര് ഫ്രണ്ടിൽ ഇതാണ്. ഇനി നമ്മൾ ആ മലയുടെ മുകളിലേക്കാണ് കയറാം. ഓ, ക്ലൗഡ്സൊക്കെ സൂപ്പറാട്ടോ. വ്യൂ നോക്കിയേ. ഹായ്, നിങ്ങൾ റൈഡിങ് ഗ്രൂപ്പാണോ? അല്ല, ജസ്റ്റ് ഇത് ഈ ഓഫ് റോഡ് റൈഡിങ് വേണ്ടിയിട്ട് വന്നു. ഞങ്ങൾക്ക് മാരത്തോൺ ഉണ്ട് ഇന്ന്. അപ്പോൾ 36 കിലോമീറ്റർ. വേറൊരു ബാച്ച് പോയിട്ടുണ്ട് ഓൾറെഡി, മോർണിംഗ് 60 കിലോമീറ്റർ. അപ്പോൾ അവർ വേറൊരു ഇങ്ങനെ ഓക്കെ. എൻഫീൽഡിലൊക്കെ ഇവിടെ കയറാൻ പറ്റുമല്ലേ? ഇത് ഓഫ് റോഡ് ബൈക്ക് അല്ലല്ലോ. എൻ്റെ മോൻ എക്സ്പൾസ് യൂസ് ചെയ്യണം ഓഫ് റോഡ്. ആ, അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അവർ ഓഫ് റോഡ് ഈ റോഡ് ബൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന അവർ ജസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. എൻഫീൽഡിലൊക്കെയാണ് ഓഫ് റോഡ് കാരണം. ആയി
നമ്മൾ മുകളിലേക്ക് പോകുന്ന എക്സ്പൾസ് ആണ്. എക്സ്പൾസ് ഇതാ നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന ഇവിടെ ഫുൾ ഗ്രാസ് കേട്ടോ. അങ്ങനെ 7 കിലോമീറ്റർ ആയിട്ടോ. 2 മണിക്കൂറാവുന്നു. Yeah, you are 60. Yeah. All the best. Thank you. Hey, thank you, Anita. അത് 60 കിലോമീറ്റർ ചെയ്യുന്ന പാർട്ടിസിപ്പൻ്റ് ആട്ടോ. ഇന്ന് 2 കാറ്റഗറിയാണ് ഉള്ളത്, 36ഉം 60. അവരുടെ 6:30ക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ 7:30. നമുക്ക് ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ എത്തിയിട്ടില്ല കേട്ടോ. ഇത് ഇന്ത്യൻ ട്രയൽ റണ്ണിങ് അസോസിയേഷൻ്റെ കീഴിൽ വരുന്ന ഇവൻ്റ് ആയതുകൊണ്ട് നമുക്ക് 8 കിലോമീറ്ററിലേ നമുക്ക് അവർ ഹൈഡ്രേഷൻ തരുള്ളൂ. അങ്ങനെയാണ്. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ 8 കിലോമീറ്റർ, ദെൻ സെക്കൻഡ് അനദർ 8 കിലോമീറ്റർ, അങ്ങനെ. അപ്പോൾ അതുവരെ 8 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഹൈഡ്രേഷൻ, സ്നാക്സ്, വെള്ളം എല്ലാം നമ്മൾ ക്യാരി ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ കാണാം. ഓക്കേ. അങ്ങനെ നമ്മൾ ഒരു ട്രെയിൽ കഴിഞ്ഞു. നമ്മുടെ റിബൺ ഒരു ചർച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ എത്തിയിട്ടില്ല കേട്ടോ. 8 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 9.54 ആയി. പക്ഷേ ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ എത്തിയിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. മീരാജി ഇവിടെ എന്തൊക്കെ ഇന്നാളെന്ന് നോക്കിയേ. ഓറഞ്ച്, പഴം, ഇതും കൂടെയാ പഴം. ഇതൊക്കെ അതെ. ഇവിടെയാണ് പള്ളി, ഒരു പള്ളിയുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ടെറൈൻ എത്തിയിട്ടോ. ടീ എസ്റ്റേറ്റ് ഉണ്ടോ, തേയിലത്തോട്ടം. തണലത്തോട്ട് കയറുമ്പോൾ ഒരു ഫോറസ്റ്റ് പോലെയുണ്ട്. ഇത് നമ്മുടെ റൂട്ട് മാർക്കാട്ടോ. ബുൾസായി. ഒരു വാട്ടർ ബോഡിയാണ് ഇവിടെ ഉള്ളത്. അതുണ്ടോ, നമ്മളിതിൽ കൂടെ ചാടിയൊക്കെ ഇറങ്ങി. നമ്മുടെ വോളണ്ടിയേഴ്സ് ആട്ടോ നമ്മൾ ഇറങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്തു. ഇത് സെക്കൻഡ് വാട്ടർ ക്രോസിങ് ആട്ടോ.
ഫസ്റ്റ് ഒരെണ്ണം നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ പക്ഷെ അങ്ങനെ എടുത്തില്ല. ഓ, തിക് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഗ്രാസ് ലാൻഡ്. ടീ എസ്റ്റേറ്റ് കഴിഞ്ഞ് അടുത്ത ടറൈനായിട്ടോ. അങ്ങനെ നമ്മൾ ഓപ്പൺ സ്കൈയിൽ വന്നു കേട്ടോ. ഇത് ഫുള്ള് ഗ്രാസ് ലാൻഡായിരുന്നു, ടോൾ ഗ്രാസ് ഇങ്ങനെ നിറയെ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. സ്കൈ നല്ല ക്ലിയറാണ്, വെയിലുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. അതിൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, ക്യാപ്പുണ്ട്, ബണ്ടാനുണ്ട്, സ്ലീവ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നല്ല വെയിലുണ്ട്, ഹർട്ടിങ്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. എൻ്റെ അടുത്തെങ്ങും ആരും ഇല്ല, ഫ്രണ്ടിലും ബാക്കിലും. നമ്മളങ്ങനെ കുറേ മുകളിൽ വീടൊക്കെ ഉണ്ട്, കുറേ കുടിസ് വഴി കൂടെയൊക്കെ കയറി ഇറക്കവും എല്ലാം കഴിഞ്ഞതാ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്സ് ഉണ്ട് സ്റ്റോണിൻ്റെ, ഏതോ വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ കേട്ടോ. നമ്മൾ ഡൗൺ പോവാം. അങ്ങനെ ഇപ്പോൾ ഉണ്ട് 16.34 കിലോമീറ്റർ ആയിട്ടോ. ഞാൻ ഇടയ്ക്ക് കുറച്ച് ബ്ലാങ്ക് ആയി പോയി, 15 കിലോമീറ്ററിലുണ്ടല്ലോ. എനിക്കങ്ങ് ഉറക്കം വരുന്നു പെട്ടെന്ന്, ഭയങ്കര ഒരു ക്ഷീണ, ഒരു ടയർഡ് ഫീലിങ്, വൊമിറ്റിങ് ചെയ്യാൻ വന്ന എനിക്ക് എന്തൊക്കെയോ തോന്നും. ഞാൻ പിന്നെ അവിടെ നിലത്ത് കുറച്ച് നേരം കിടന്നു. അങ്ങനെ പിന്നെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കിടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഓക്കെ ആയി. പിന്നെ അതൊക്കെ ഇറങ്ങി. ഇനി 20 kilometers മോർ. ടീ പ്ലാന്റേഷനിൽ വന്നിട്ടോ അപ്പം നമ്മൾ. അങ്ങനെ ഇപ്പോൾ 18 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വരത്തൻ ബംഗ്ലാവിലാണ് വന്നതാണ്. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ വരത്തൻ ഫിലിം ഷൂട്ട് ചെയ്ത ബംഗ്ലാവാണ് കേട്ടോ. ഇവിടെയാണ് ഒരു എയ്ഡ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് നോക്കാം. ബ്രെഡൊന്നും ഇറങ്ങിയില്ല. ഇതെന്താ ഇത്, ശർക്കരയോ? ആ, പഴം, ഓറഞ്ച്. ഇതാണ് നമ്മുടെ വരത്തൻ ബംഗ്ലാവ്. അങ്ങനെ വരത്തൻ ബംഗ്ലാവിൽ കയറി നമ്മൾ ഇറങ്ങിയിട്ടോ. ഇതാ വരത്തൻ ബംഗ്ലാവ്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചുവേ, കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊളീഗാണ് ജിമ്മി, നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ കേട്ടോ. യെസ്. ആ
അല്ല, ലൈവല്ല. ഇനി 6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത എയ്ഡ് സ്റ്റേഷൻ വരണം. ഇപ്പോൾ 18 കിലോമീറ്ററായി. അപ്പോൾ ഞാൻ പോട്ടെ, കുറച്ച് സ്പീഡാക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ ഏലം കേട്ടോ, ഏലം താഴെ കാണാം. ഏലം കൃഷി അവിടെയൊക്കെ, പിന്നെ തേയില. അങ്ങനെ നടന്ന് 22 കിലോമീറ്റർ ആയിട്ട് നമ്മളിപ്പോൾ ഒരു പാറ പോലെ സ്ഥലത്ത് കൂടെ കാണാം. ഫുള്ള് പാറയാണ്. ഇറക്കമാണ് ഡൗണിൽ. ഇതുണ്ടോ? ഇടയ്ക്ക് കുറേയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒരു വെയിൽ കാരണം നല്ല ടയർഡാ. ഇതുണ്ടോ? നമുക്ക് ഇവിടെ ഒരു അമ്മ വെള്ളമൊക്കെ വെച്ച് കാത്തു നിൽക്കുക കേട്ടോ. അതൊരു പൂച്ചയും കുട്ടിയുമുണ്ട്. നമ്മൾക്ക് പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ആളെ എടുത്തു വെച്ച്. വെള്ളമുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത എയ്ഡ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് LP സ്കൂൾ പശുപ്പാറ. ഞാൻ അതിന് മുമ്പ് കഴിഞ്ഞ വർഷം വോളണ്ടിയറിങ്ങിന് വന്നപ്പോൾ ടൈമിങ്ങിൻ്റെ അതിന് നോക്കാനൊക്കെ വന്നാൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെയാന്ന് തോന്നുന്നു നമുക്ക് ലഞ്ച്. ഇവിടെ അടുത്ത എയ്ഡ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ഹായ്, സൂപ്പർ. ഇവിടെ എന്തല്ല? ഓ, മധുരക്കിഴങ്ങുണ്ടോ? എൻ്റെ ഫേവറേറ്റ്. ഓക്കെ, അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. വരാം. നമ്മളൊന്ന് റൂട്ട് കാണിച്ചു തരട്ടെ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ തന്നെ. നമ്മൾ ലഞ്ച് കഴിഞ്ഞിങ്ങനെ നടക്കുക. പിന്നെ ഇപ്പം ഫുള്ള് തേയിലയുടെ ഒരു ഇതിൻ്റെ ഉള്ളിലാട്ടോ. താഴെ നമ്മുടെ റണ്ണേഴ്സ് പോകുന്നു താഴെ കൂടെ. എനിക്ക് കുറച്ച് ഇറക്കാൻ തോന്നുന്നു. ഭാഗ്യം. നോക്കട്ടെ, നോക്കി ഇറങ്ങട്ടെ കേട്ടോ. അതിനൊക്കെ തേയിലത്തോട്ടത്തിനകത്ത് ഭയങ്കര കൺഫ്യൂഷനായിട്ടോ കുറച്ച്. എങ്ങോട്ട് പോകണ്ടെന്ന്. പിന്നെ തേയിലയുടെ ഇടയിൽ കൂടെ ഒക്കെ സ്റ്റീപ്പാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ ചെമ്മണ്ണായിട്ട് തെന്നി പോവാം. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഊർന്നൊക്കെ ഇറങ്ങി താഴെ റോഡിൽ ഇറങ്ങി. ഇത് നോക്കി, നമ്മുടെ പാലം കണ്ടോ? അമ്മ, ഞാൻ പാലം കയറട്ടെ. ഞാൻ ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് പ്ലേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അവിടെ ആരുമില്ല. കുറച്ച് പേര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ആ തേയിലയുടെ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വന്നാറണേ. സമയം പോയി. അതുകൊണ്ട് ഞാൻ വേഗം അടുത്ത സ്റ്റേഷൻ പിടിക്കാൻ വേണ്ടി പോണേത്. അത് വീഡിയോ പിന്നെ ഇവിടെ അങ്ങനെ കാണിക്കാനൊന്നുമില്ല ഈ ഭാഗത്ത്. ഇതെല്ലാം കണ്ട അതിനെ പുല്ല് കരിഞ്ഞ ഇതായിട്ട് കിടക്കണം. വേഗം പോട്ടെ. 29.41 കിലോമീറ്റർ. കുറച്ച് ഓടാൻ പറ്റിയ ടെറൈൻ വന്നാൽ ഇതേപോലെ നിരപ്പുള്ള. അപ്പോൾ ഞാൻ കുറച്ച് ഓടുമായിരുന്നു. ഞാൻ 6 കിലോമീറ്ററും കൂടെ 6.5 കിലോമീറ്റർ. ഇനി ഒരു എയ്ഡ് സ്റ്റേഷനും കൂടെ ഉണ്ട് ലാസ്റ്റ്. അപ്പോൾ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് ഓടുമായിരുന്നു കുറച്ച്. നോക്കട്ടെ. അങ്ങനെ 31 കിലോമീറ്റർ ആയിട്ടോ. നല്ല ഇറക്കമാട്ടോ.
അമ്മ റൂട്ട് നോക്കിയേ മൊത്തം ചെളിയാ. നമ്മള് സൂപ്പുളിക്ക് സ്റ്റേഷനിൽ വന്നു കേട്ടോ. ഞാൻ ഓംലെറ്റ് ഒക്കെ കഴിച്ച് എന്നാ ഇവിടെ ഫ്രൂട്ട് പഞ്ചൊക്കെ ഉണ്ട്. ഓംലെറ്റ് കഴിച്ചു കേട്ടോ. അവിടെ സൂപ്പുളിക്ക് സ്റ്റേഷനോട് നമ്മളെ വിട പറഞ്ഞു പോവാണ്. വളണ്ടിയേഴ്സിന് ഒരു ഹായ് ഒക്കെ പറഞ്ഞോ. ഹായ് പറഞ്ഞോ. ഹലോ. എനിക്കൊരു എനർജി ആവട്ടെ. യാ ഓക്കെ അപ്പൊ ശരി, ബൈ ബൈ. താങ്ക് യു. Can say hi. Hello. അങ്ങനെ 34.61 കിലോമീറ്റർ. അപ്പോൾ 1.5 കിലോമീറ്റർ മോർ ടു ഫിനിഷ് 36 കിലോമീറ്റർ വാഗമൺ അൾട്രാ റൺ. എൻ്റെ മുട്ടൊക്കെ നല്ല എണ്ണുണ്ട്. ലാസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇത്തിരി ടഫായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് ഇത് കിട്ടിയ. ഇതായിട്ട് ഇപ്പം നമ്മുടെ റൂട്ട്. മഴ പൊടിഞ്ഞു തുടങ്ങി, ചെറിയ മഴ ഉണ്ടേ. പുള്ളിക്കാനം ചർച്ചാണ് നമ്മുടെ ഫിനിഷ് പോയിന്റ്. അങ്ങനെ 10 മണിക്കൂർ 10 മിനിറ്റ് കേട്ടോ ഞാൻ ഫിനിഷ് ചെയ്തേ. അപ്പോൾ രാവിലെ അടുത്ത ദിവസം രാവിലെ ഉണ്ട്. അപ്പോൾ നമ്മൾ 7 മണിക്ക് നമ്മുടെ ബസ് നമ്മൾ എറണാകുളത്തിന് പോവാണ്. അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ ഇവിടെ വേറൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാമെന്നോ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നിക്കോ. രാത്രി ഭയങ്കര ഉറങ്ങാന്നൊക്കെ വിചാരിച്ചൊന്നും നടന്നില്ല. കാലിന് ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു, മസിൽസ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും റേസ് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര സന്തോഷം. 36 കിലോമീറ്റർ എന്ന് കണ്ട് 39 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഫിനിഷ് ചെയ്തപ്പം 39.88 കിലോമീറ്റർ. അപ്പം ആ ഒരു ഇത് കുഴപ്പമില്ല. ഹായ് ഹായ്. ഈ പിക്ചർ കണ്ടോ? കടുവേനെ സായിപ്പന്മാര് കടുവേനെ കൊണ്ടിട്ട് പോസ് ചെയ്യണം. ഇതൊക്കെ സായിപ്പന്മാര് പണിതാട്ടോ കുറെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് അവസാനിക്കുക കേട്ടോ. നമ്മളെ ബസ് കയറാൻ നിൽക്കുക. ഇതാട്ടോ നമ്മുടെ ബസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.